നമസ്കാരം. ഞാൻ അശ്വതി, ദേശം കുന്നുംപുറത്ത് നിന്ന് വരുന്നു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നോ? നിങ്ങൾ സുഖമായിട്ടിരുന്നാലും ഇല്ലെങ്കിലും ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, അവരവരുടെ സുഖം മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന എൻ്റെ ഇഷ്ടവും ആഗ്രഹവും. ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും കയറി പ്രയോഗിച്ചാലുണ്ടല്ലോ, കേൾക്കുന്നവൻ നമ്മുടെ മൂലസ്ഥാനം ഒഴിച്ച് കലക്കും. അത് ഓർത്തിട്ട് വേണം പറയാൻ. ഇത് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ ഞങ്ങളെല്ലാവരും കൂടെ രഹസ്യമായിട്ട് വിളിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ്. അതിനൊരു കാരണമുണ്ട്. അമ്മച്ചി ഉണ്ടല്ലോ, ഈ വായി പോയ കോടാലി പോലെയാ, എവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പം ഞങ്ങളെല്ലാവരും എന്നിട്ട് ഒരു പറച്ചിലുണ്ട് അതിൻ്റെ കൂടെ, എനിക്കും ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യമൊന്ന്. ഇങ്ങനെയാണ് അമ്മച്ചിക്ക് ആ പേര് വന്നത്. പക്ഷെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ദാക്ഷായണി. ഭൂലോക കെണിയാണ് കേട്ടോ. അമ്മച്ചിക്ക് ഒരു വിചാരമുണ്ട്, അമ്മച്ചിയാണ് ഏറ്റവും അറിവുള്ള ആള് ഞങ്ങളുടെ നാട്ടിലേന്ന്. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഒരു വെയ്പ്പും. എവിടെ എന്ത് കാര്യം നടന്നാലും ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കും ആള്. ഓടി അവിടെ ചെയ്യുകയും ചെല്ലും. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ കൊണ്ട് കുടഞ്ഞിടുകയും ചെയ്യും. ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചേ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അത് അവിടെ അങ്ങോട്ട് പണിക്ക് വന്നൊരു കോൺട്രാക്ടറോട് കൂടെ അങ്ങോട്ട് ഓടിപ്പോയി. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് നേരെ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, അല്ലേ നിങ്ങൾ എന്തോന്നാ ഈ മരിച്ച വീട്ടിൽ ചത്തോരിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്? അവൾ ജീവിക്കാനല്ലേ പോയത്, പിന്നെ നിങ്ങൾ എന്തോന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? അവൾ അങ്ങോട്ട് പോട്ടേന്ന്. ഒരു കണക്ക് ഓർത്താലേ അവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ലാഭിച്ചു തന്നതെന്ന് അറിയാമോ? അവൾ 10ലല്ലേ പഠിക്കുന്നത്. പാസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രിക്ക് പോകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അത് കഴിഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ എത്ര കൈക്കൂലി കൊടുക്കണം? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളെ ഒന്ന് കല്യാണം കഴിച്ചു വിടണമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് മാത്രമാണോ കാശ് നഷ്ടം ഉണ്ടാവണേ? നാട്ടുകാർക്കും ഇല്ലേ? കാരണം നിങ്ങൾ കല്യാണം വിളിക്കും എല്ലാവരും. ഇന്നത്തെ കാലം അനുസരിച്ച് ഒരു 500 രൂപ കൈ പിടിക്കാതെ പോകാൻ പറ്റുമോ? പെങ്കൊച്ചായ കൊണ്ട് ഒരു 1000 രൂപ. ഇതെല്ലാം ലാഭിച്ചു തന്നില്ലേ അവള്? നിങ്ങളൊരു കാര്യം ചെയ്യേ, ഒരു 7-8 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ആ കുഞ്ഞിനെയും തള്ളി അങ്ങോട്ട് കൊണ്ടുനാക്ക് എന്ന്. ഇത് കേൾക്കുന്നവർ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കയ്യില്ലാത്തൊരു പണത് വെച്ചടിക്കും ഇല്ലേ? അതല്ലേ ചെയ്യാനുണ്ടാവുക. വേറൊരു ദിവസം ഉണ്ടല്ലോ, ഈ അമ്മച്ചിയുടെ ഭർത്താവ് കുഴഞ്ഞു വീണു. ആൾക്കാരെല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്കിനെ അവർ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന്. അമ്മച്ചിക്ക് സന്തോഷമായി. ഓ, ഇനി അപേക്ഷയൊന്നും കൊടുക്കാൻ വണ്ടി കയറി അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന്. ഇതാണ് അമ്മച്ചിയുടെ വിവരം. ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങളൊക്കെ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മാറി നടക്കും. കാരണം ഇതെന്ത് പറയുമെന്ന് പറയാൻ പറ്റില്ല. ഈ നായി നടന്നാൽ ഫലവും ഇല്ല, നായിക്കിരിക്കാൻ നേരവും ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടാതെ പിടികൂടുമെന്ന്. ഞാനൊരു ദിവസം എൻ്റെ ഉമ്മർത്ത് നിൽക്കുമ്പോൾ മെല്ലെ വരുന്നു. ഞാൻ അങ്ങോട്ട് മാറാൻ നോക്കുമ്പോൾ സമ്മതിച്ചില്ല, ഓടി എൻ്റെ അടുത്തെത്തി. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ആ സുഖമായിരിക്കണം അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല. ഉടനെ എന്നോട്, നീ എൻ്റെ വീട്ടിലെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ. അമ്മച്ചിയുടെ വർത്താനം കേട്ടാൽ തോന്നി ഞാനേ ആലോചിക്കാൻ ഒരു കാര്യമില്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. എനിക്കെന്താ എൻ്റെ കാര്യം ആലോചിച്ചൂടെ? അമ്മച്ചിയുടെ വീട്ടിലെ കാര്യം പോയി ആലോചിക്കാണ്ട്. അപ്പോഴത്തേക്കിന് എനിക്ക് തോന്നി അടുത്തത് എന്താ വരികയെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി കൊച്ചുമോള് കോളേജിൽ പോയോ? ഇതിൻ്റെ വായിലിരിക്കുന്ന കേൾക്കാതിരിക്കാനാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പൊന്നെ, ചോദിച്ചത് എൻ്റെ ഗതികേട്. അപ്പം തന്നെ വന്നില്ലേ മറുപടി. പോയിട്ടുണ്ട് രാവിലെ. 10-26 വയസ്സുള്ള പെങ്കൊച്ചാ. 1.5 വയസ്സിൽ തയ്പ്പിച്ച് ഉടുപ്പ് കിട്ടുന്നുണ്ട്. ഈ കണ്ണാടിക്കുട്ടി പലഹാരം വെച്ചതുപോലെ കാശുള്ളവൻ വാങ്ങിച്ചു കഴിക്കും, അല്ലാത്തവൻ വെള്ളം ഇറക്കുമെന്ന്. ഓ, ചോദിച്ചു പോയല്ലോ എന്നായി എനിക്ക്. ഇങ്ങനെയുണ്ടല്ലോ. പിന്നെ ഒരു ദിവസം അമ്മച്ചിയുടെ വീട്ടിലേ അമ്മച്ചിയുടെ കൊച്ചുമോള് 10ാം ക്ലാസ് പാസ്സായി. അതെങ്ങനെ? ഫുൾ A+ വാങ്ങിച്ച് പാസ്സായി. മരുമോൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടെ വിളിച്ചൊരു പാർട്ടിയൊക്കെ അങ്ങോട്ട് നടത്തി ഗംഭീരമാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പോയി വയോജന ക്ലാസ്സിൽ പഠിക്കാൻ ചെന്ന് ചേർന്നു. അവിടുത്തെ ടീച്ചർക്ക് ഒരു വല്ലാത്ത സന്തോഷം. എന്താ, ആരും പറയാതെ തന്നെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചി പഠിക്കാൻ വന്നിരിക്കും, നമുക്ക് സന്തോഷമല്ലേ? തോന്നിയല്ലോ അങ്ങനെ. ടീച്ചർ സ്നേഹത്തോടെ ചോദിച്ചു, അമ്മച്ചി എന്താ അമ്മച്ചി ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ വരണമെന്ന് തോന്നിയത്? മോളെ, നിനക്കറിയാമോ, എൻ്റെ കൊച്ചുമോള് 10ാം ക്ലാസ് പാസ്സായി, ഫുള്ളും A+ വാങ്ങിച്ച്. എൻ്റെ മരുമോള് പാർട്ടി നടത്തി, എനിക്കൊരു തുള്ളി തന്നില്ല. ഞാനും പഠിക്കും, ഞാനും ജയിക്കും, ഞാനും വാങ്ങിക്കും ഫുള്ളും A+. ആ A+ മോളങ്ങട്ട് എനിക്ക് ആ ഫുള്ളിങ് തന്നാൽ മതിയെന്ന്. ഇങ്ങനെ അമ്മച്ചി വല്ലാതെ അങ്ങ് കയറി പോവാണ്. ഒരു ദിവസം ഉണ്ടല്ലോ, 2-3 പേര് അമ്മച്ചിയുടെ വീട്ടിൽ വന്നു. അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മച്ചിയോട് വന്നവർ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാ. അമ്മച്ചിയെ, അല്ലേ ഇതെന്തോന്ന് കഥ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ പ്രസവം എടുക്കാൻ ആൾക്കാർ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എടുക്കാൻ വരുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്നും എനിക്കില്ല, എൻ്റെ കൊച്ചുമോക്കും മരുമോക്കും ഉള്ള, അവരിവിടെ ഇല്ല, നിങ്ങൾ പോയിട്ട് അവരുള്ളപ്പോൾ വരാൻ. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി അതങ്ങ് ദൂർവിനിയോഗം ചെയ്യുവാണെന്ന്.
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയെ കാണുന്നില്ല കേട്ടോ. ഞാനൊരു അന്വേഷണം നടത്തി അമ്മച്ചി എവിടെയാണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് അമ്മച്ചിയുടെ ഈ ഒടുക്കത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടുണ്ടല്ലോ നാട്ടുകാർ അവരുടെ സ്വാതന്ത്ര്യം അങ്ങ് പ്രയോഗിച്ചു പിടിച്ചു കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നിട്ടെന്ന്. ഇത് കേട്ടപ്പോഴേ എൻ്റെ ഉള്ളിൽ അമ്മച്ചിയോടുള്ള സ്നേഹമാണോ എന്താണെന്ന് അറിയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം പുറത്ത് ചാടണോ വേണ്ടയോ എന്ന് പറഞ്ഞു നിന്ന്. പക്ഷെ ഞാൻ മിണ്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ വേലിയായിരിക്കുന്നതിനടുത്ത് വേണ്ടാത്തടത്ത് വെക്കാൻ നിൽക്കുന്നത്? അശ്വതി ചേച്ചി നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ് കേട്ടോ. ഓക്കെ, അടിപൊളിയായിരുന്നു ചേട്ടാ. ഗംഭീരമായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഈ അശ്വതി ചേച്ചിയുടെ അവതരണം ഒരു വലിയ രസമുള്ള ഏരിയയാണ്. നമുക്ക് ഈ കണ്ണിങ്ങനെ പിടിച്ചെടുത്തോട്ട് ഇത്രയും പൊക്കുന്നിടം വരെ ആണല്ലോ സാധാരണ ഒരു എക്സ്പ്രഷൻ ഇടാനുള്ള സ്ഥലമുള്ളത്. ഞാൻ അവിടെ ചെന്ന് കൊടുത്തിട്ടത് വന്നു ഇങ്ങനെ അടച്ച് അങ്ങനെയുള്ള ഒരു പറച്ചിലാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒളിച്ചോടിപ്പോയ വീട്ടിൽ പോയിട്ട് സമാധാനിപ്പിക്കൽ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കുഴപ്പമില്ല നല്ലതാ വരുന്നത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പാറമട ഉണ്ടായിരുന്നു പെരുവാന്ന് പോയ സ്ഥലം, നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പുതിയ ലോറി മേടിച്ചു ഒരു ഫിലിപ്പോസ് ചേട്ടൻ. ഒരു പുതിയ ലോറി മേടിച്ചിട്ട് ഒരു ലോഡ് കരിങ്കല്ലുമായിട്ട് ഫസ്റ്റ് ലോഡ് പോവുക. പാറമടയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് റോഡിൻ്റെ ആ മടയുടെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു സ്ഥലത്തൂടെ വേണം കയറി വരാൻ. പുതിയ ലോറി ഒരു ലോഡ് കരിങ്കല്ലുമായിട്ട് ഒരു 10-35 അടി 40 അടി പോയപ്പോൾ അതിൻ്റെ സൈഡ് തെറ്റി ലോറി തിരിച്ച് മടയുടെ താഴത്തോട്ട് വീണു. ഒന്നും ആളപായം പറ്റിയില്ല, ബാക്കിലാണല്ലോ വെയിറ്റ്, കല്ലിൻ്റെ വെയിറ്റിന് നേരെ വന്ന് ബാക്ക് ഇടിച്ചാൽ ലോറി തവിട് പൊടിയായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും വന്ന് JCB ഒക്കെ ഇത് മാറ്റാനൊക്കെ നിൽക്കുമ്പോൾ ഫിലിപ്പോസ് ചേട്ടൻ തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഫിലിപ്പോസ് ചേട്ടൻ്റെ ഷീറ്റൊക്കെ അടിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വേറൊരാളുണ്ട്. പുള്ളി വന്ന് പുല്ലിങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം നോക്കുമ്പം ഫിലിപ്പോസ് ചേട്ടൻ്റെ ഭാഗ്യം ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടില്ല. കൈ കിട്ടിയ ഒരു 1.5 ഇഞ്ചിന്റെ മെറ്റിലെടുത്ത് ഒറ്റ കൊടുത്ത് ഫിലിപ്പോസ് ചേട്ടൻ മുള്ളിക്കിട്ട്. അതുപോലെ ഇപ്പൊ ഈ സമാധാനിപ്പിക്കല് എല്ലാ കഥകളും വളരെ നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഗംഭീര അവതരണമായി കേട്ടോ. അശ്വതി ചേച്ചി ഗംഭീര പ്രസന്റേഷൻ, അടിപൊളിയായിരുന്നു. ഈ അമ്മൂമ്മേനെ എല്ലാവരും അമ്മൂമ്മേനെ ഏറ്റെടുത്തു എന്ന് തോന്നുന്നു. പിന്നെ അവസാനം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അമ്മൂമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയപ്പോൾ ഇവരൊക്കെ കൈയടിക്കുക ചെയ്തത്. ശരിക്കും പറയാ സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അത് മെയിനായിട്ട് ചേച്ചി എടുത്ത ആ കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ ആർട്ടിക്കിളിലൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥാനത്ത് പറയണോ അസ്ഥാനത്ത് പറയണോ എന്നുള്ളത് നമ്മുടെ ഒരു വിവേക ബുദ്ധി കൂടി ഉപയോഗിക്കുക എന്നുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമ്മമ്മമാരെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. പക്ഷേ അവിടുന്ന് നമ്മൾക്ക് എന്തെടുക്കണം നമുക്ക് എന്തെടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആവും. ചേച്ചിയുടെ ഈ പ്രസൻറ്റേഷൻ പോലെ ഷോർട്ട് ക്രിസ്പ് എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു മനസ്സിലായി. അടിപൊളി ചേച്ചി, ഐ ലവ് യു സോ മച്ച്. ഇവിടെ ഈ സ്കിറ്റ് നന്നാവണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നത് ആ ഉമ്മ കാരണ. ആദ്യത്തെ സ്കിറ്റ് നന്നായപ്പോൾ ഒരു ഉമ്മ കിട്ടിയല്ലോ, ഇനി രണ്ടാമത്തെ സ്കിറ്റ് നന്നായാലും അടുത്ത ഉമ്മ കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ സ്കിറ്റ് നന്നായത്. പിന്നെ ദേശം കുന്നുംപുറത്തുനിന്നല്ലേ വന്നെ. ദേശം എന്ന് പറയുമ്പോൾ ആലുവ അല്ലേ, ആലുവക്കാരൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്, നല്ല കലാകാരന്മാരാണ്. പ്രത്യേകിച്ച് ചുണങ്ങംവേലി ഭാഗത്തുള്ളവർക്ക് ഭയങ്കര ബുദ്ധിയാ. അവിടെ ഈ ബുദ്ധിയുടെ അപാരത എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ്. അപാരത ഇനി അത് ഉപയോഗിക്കാമാവോ? അപാരത ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഗുണമൊക്കെ ഉണ്ട്. പിന്നെ ടിനി ടോമിന്റെ നാട് ആലുവ, പിന്നെ അത്ര ബുദ്ധി ഉണ്ടാവൂലേ ഇല്ലേ? പിന്നെ അപ്പൊ ഇനി പൂർത്തിയായി. അപ്പൊ എന്തായാലും നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ നല്ല ഫ്രീ ആയിട്ട് ചെയ്തു, എല്ലാ തമാശകളും ഏറ്റു. അല്ല രമേശ്, ഇതുപോലെ ഒരു സംഭവം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് എന്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും, വെറുതെ വർത്താനം പറയുമ്പോഴും ഇങ്ങനെ കാണിക്കും. അങ്ങനെ പുള്ളി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താണ്ട് ജിമ്മിൽ പോയി ആശാനെ കാണാണ്ട് പുള്ളി ഒരു ദിവസം ഇങ്ങനെ കിടന്നിട്ട് ഈ സാധനം എടുത്ത് പൊക്കി. ഇങ്ങനെ പൊക്കിയ സമയത്ത് പുള്ളി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അടുത്ത് വെച്ചാൽ ആൾ വിചാരിച്ചേ ഇതൊന്നും പുള്ളിക്ക് പോരാന്ന് വിചാരിച്ച് 2 റൗണ്ട് കയറ്റി കൊടുത്തു. പിന്നെയും പുള്ളി പിന്നെയും കയറ്റി കൊടുത്തു, പിന്നെ കയറ്റി കൊടുത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് നെഞ്ചത്തേക്ക് കൊടുത്തു. പിന്നെ
അശ്വതി ചേച്ചി പാട്ട് പാടും എന്നറിയാം, ഒരു 2 വരി പാട്ടായാലോ? 4 വരി. പാട്ടിന് പകരം ഞാൻ 2 വരി കവിത ചൊല്ലാം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു മഹാനായ കവി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയായിരിക്കും, ശ്രീ NK ദേശം സാറ്. കഴിഞ്ഞ ആഴ്ചയിലാണ് മരണപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത സ്മരണ എന്ന നിലയിൽ 2 ലൈൻ. ഓക്കെ. അമ്പര ഗോപുല നടയിലൊരാന കൊമ്പന ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു വളഞ്ഞു ഉളഞ്ഞും കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. അശ്വതി ചേച്ചി ചക്കരപ്പന്തലില് പാടോ? അല്ലേ, വോയിസിന് പറ്റിയ. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. ഉറപ്പ്. അല്ല, ഈ ചക്കരപ്പന്തലിലേ ചക്കര കൊണ്ട് പന്തലുണ്ടാക്കി അതിനകത്ത് തേനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കുളമായിരിക്കും, അത് കണ്ടം മൂട്ടിയ മാതിരി ഇരിക്കും. അതിനകത്ത് ചക്രവർത്തി കുമാരാന്ന്, കുമാരൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചക്രവർത്തി ഉണ്ടോ?